കേരളത്തിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംഘടനയായിരിക്കും ഇത്. 200 വർഷത്തോളം പഴക്കമുള്ള ഒരു ആചാരം മുറതെറ്റാതെ ഇന്നും ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുണ്ട് കണ്ണൂർ സിറ്റിയിൽ. അറക്കൽ മുസ്ലിം രാജവംശത്തിന്റെ സാംസ്കാരിക കേന്ദ്രമെന്ന് വിളിക്കാവുന്ന നിർമ്മിതി കൊണ്ടും ചരിത്ര വിശേഷങ്ങളാലും ഏറെ പ്രശസ്തമായ സിറ്റി ജുമാ മസ്ജിദ്. എല്ലാ അറബി മാസത്തിന്റെ ആരംഭത്തിലും പള്ളിയുടെ മുകളിൽ ചന്ദ്രരൂപത്തിൽ ഒരു ലൈറ്റ് പ്രകാശിപ്പിക്കും. അന്ന് കണ്ണൂർ ജില്ലയിലെ ആളുകൾ മുഴുവൻ ആ ഒരു പള്ളിയുടെ പരിസരത്തുണ്ടാവും ഈ ഒരു ചന്ദ്രകല കാണാനായിട്ട്. കഴിഞ്ഞ 35 വർഷമായിട്ട് ഇവിടെ അത്താഴം കൊടുക്കാണ് വരുന്നവർക്കൊക്കെ. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കി അറിഞ്ഞാലോ. വാ. അന്നത്തെ കാലത്ത് ഹോട്ടലുകളൊന്നും രാത്രി ഉണ്ടാവില്ല. അത്താഴം കഴിക്കാനും വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ പുറം സ്ഥലങ്ങളിൽ നിന്ന് വരും. മലപ്പുറം ഭാഗത്തുനിന്നും പല ഭാഗത്തുനിന്നും വരും. ഇവിടെ നമസ്കരിക്കാനുണ്ടാവും. അവർക്ക് അത്താഴം കിട്ടില്ല. ആ സമയത്ത് അന്നത്തെ ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്നിട്ട് രൂപീകരിച്ച ഒരു ഫോമാണ് റംസാൻ അത്താഴ കമ്മിറ്റി. 15-25 പേരാണ് ഉണ്ടായിരുന്നത് തുടക്കകാലത്ത്. അന്ന് മതപ്രഭാഷണം നടത്തുന്നവരും ഒരുപാട് ആൾക്കാരും വരാറുണ്ടായിരുന്നു. ഇന്ന് അതിപ്പം ചുരുങ്ങിയതിപ്പം ഡെയിലി 250, 300, 350 ആൾക്കാർ നോമ്പ് തുറക്കാനുണ്ടാവും. അതുപോലെ തന്നെ അത്താഴം കഴിക്കാനും ആൾക്കാർ തന്നെ ഉണ്ടാവും. ഇതിനുള്ള ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാർ, അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ദുബായിലും വിദേശങ്ങളിലായിട്ട് താമസിക്കുന്ന ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ നാട്ടുകാരായിട്ടുള്ളവർ അവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സപ്പോർട്ടേഴ്സ്. ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിരിക്കും. അത് പൊറോട്ട ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, വെള്ളാപ്പം ഉണ്ടാവും. എന്താണില്ലാത്തതെന്ന് വയ്ക്കുക. എല്ലാ സാധനം, ഈവൻ മന്തി അടക്കം ഇവിടുന്ന്. ഇതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, എല്ലാവരും ഇവിടെ ഒരൊറ്റക്കെട്ടായിട്ട് ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. ഒരു അമുസ്ലിം വന്നു കഴിഞ്ഞാൽ അത് ആരാന്നോ എന്താണെന്നോ നോക്കില്ല, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് എന്തോ ഒരു കുളിർമ കിട്ടിയ പോലെയാണ്. നോമ്പെടുക്കാനും നോമ്പ് തുറക്കാനും 100 കണക്കിന് ആളുകളാണ് 35 വർഷമായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നോമ്പ് 20 വരെ ഇതേപോലെ പേരൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്താലും മാത്രമാണ് ഇഫ്താറിനും അത്താഴത്തിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുക. പക്ഷെ നോമ്പ് 20-ന് ശേഷം ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ടോക്കൺ ഫെസിലിറ്റി ഒന്നും ആവശ്യമില്ല, നേരിട്ട് നിങ്ങൾക്ക് പോവാം. ചരിത്രം ഉറങ്ങുന്ന ഈ ഒരു മണ്ണിൽ നിന്നും ഞാനും കഴിച്ചു നല്ല നെയ്ച്ചോറും മീൻമുളക് കിട്ടത്. കണ്ണൂർ സിറ്റിക്ക് ഇനിയും ഇതേപോലെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രൗഢി, പാരമ്പര്യത്തിന്റെ തലയെടുപ്പ്, രുചികളുടെ സൗരഭ്യം. ശരിക്കും കണ്ണൂരിന്റെ ഒരു അഹങ്കാരം തന്നെയാണ് കണ്ണൂർ സിറ്റി.